എൻ്റെ പേര് ജിസ്മോൻ ജോസ്. ഞാൻ പാലാരൂപത കവയിക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 2, 2025 ഞാൻ പല പ്രാവശ്യം ഇവിടെ ഓട്ടം വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഈ കൃപാസനത്തിൻ്റെ അകത്ത് കയറിയിട്ടില്ല. ഞാനിവിടെ തൊട്ടടുത്തുള്ള മാരാരിക്കുളം ബീച്ചിൽ അവിടെ നല്ല തണലാണല്ലോ ഓർത്ത് കാറ്റ് കൊണ്ട് നടക്കുന്നതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ കടന്നു വരാൻ തുടങ്ങി. അപ്പോഴാണ് യൂട്യൂബിനകത്ത് കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ കാണുകയും കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം രക്ഷപ്പെടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ 2-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഒരുപാട് നിയമങ്ങൾ വെച്ചു, 6 നിയമങ്ങൾ വെച്ചു. പക്ഷേ മാതാവ് അതിൽ കൂടുതൽ ഞങ്ങൾക്ക് അനുഗ്രഹം തന്നു. അതിൽ ഇപ്പോൾ ഞങ്ങൾ കുറച്ച് അനുഗ്രഹങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. എൻ്റെ കുഞ്ഞിന് ഇൻഫ്ലുവൻസ വൈറസ് പോസിറ്റീവായി വന്നു. ആദ്യം വൈഫിനാണ് വന്നത്. വൈഫിന് വന്ന 2-3 ദിവസത്തിന് ശേഷം കുഞ്ഞിന് പോസിറ്റീവായി. അപ്പോൾ രാവിലെ അമ്മ പറഞ്ഞു, കുഞ്ഞിന് നല്ല പനിയാണല്ലോ, ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ രാവിലെ കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി ചെന്ന് നോക്കിയപ്പോൾ 103 ഡിഗ്രി പനിയുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിനെ അവിടെ ആശുപത്രി അഡ്മിറ്റ് ചെയ്യണം. അപ്പോൾ വൈഫ് വീട്ടിലെ പനി കൂടുതലായി കിടക്കുന്നതോട് ഞാൻ പറഞ്ഞു ആരുമില്ല ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട്. അങ്ങനെ എൻ്റെ നിർബന്ധത്താൽ ഡോക്ടറെ വീട്ടിലോട്ട് വിട്ടു. എന്തെങ്കിലും പനി കൂടുതലാണെങ്കിൽ ഉടനെ തന്നെ തിരിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്ന് കുഞ്ഞിനെ ഇറക്കിയപ്പോൾ തന്നെ കുഞ്ഞിന് നടക്കാനോ ഒന്ന് ഭക്ഷണം കഴിക്കാനോ ഒന്ന് ഇരിക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. കുഞ്ഞ് കട്ടിലേക്ക് കയറി കിടന്ന് കരഞ്ഞു, അപ്പ എനിക്ക് ഒട്ടും മേല, എനിക്ക് പനി കൂടുതലാണ്, എൻ്റെ ശരീരമെല്ലാം തളർന്നു പോകുന്നു. ഞാനപ്പോൾ പറഞ്ഞു, നമ്മൾ ഉടമ്പടി ജീവിതത്തിലല്ലേ, നമുക്ക് ഉടമ്പടി വസ്തുക്കൾ വെച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി മനസ്താപ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവൾ കിടക്കുന്നതിൻ്റെ മുകളിൽ ഒരു മഴവില്ല് കണ്ടു. ആ മഴവില്ലിൽ നിന്ന് പ്രകാശരശ്മി നേരെ അവിടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അപ്പോഴേ കുഞ്ഞ് കട്ടിൽ എണീറ്റ് പറഞ്ഞു എനിക്ക് ഛർദ്ദിക്കണമെന്ന്. കുഞ്ഞ് ഓടി വാഷ് ബേസിനിൽ ചെന്ന് നിറച്ച് ഛർദ്ദിച്ചു. അമ്മ പുറകെ ചെന്നു. ഞാൻ പറഞ്ഞു അവളെ പിടിക്കണ്ട, അവൾ ഛർദ്ദിച്ച് വന്ന് കിടന്നോളൂന്ന്. പക്ഷേ തിരിഞ്ഞ് നിന്ന് കുഞ്ഞ് കൈകൊണ്ട് കാണിച്ചു, എൻ്റെ എല്ലാ പനിയും പോയി. ഞാൻ കിടന്നതിൻ്റെ മുകളിൽ അമ്മ മാതാവ് മഴവില്ലിൻ്റെ രൂപത്തിൽ വന്ന് എന്നെ തൊട്ടു എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞിനെ പനിച്ചിട്ട് പോലുമില്ല, മരുന്ന് പോലും കൊടുക്കേണ്ട ആവശ്യം വന്നില്ല. ആൻറ്റിവൈറൽ മരുന്ന് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞ് തന്നു വിട്ട മരുന്നാണ്, അത് ഞങ്ങൾ ഉപയോഗിച്ചുമില്ല. പിന്നെ രണ്ടാമതായി അഖണ്ഡജമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. എനിക്ക് വയറിൽ നിന്ന് കാലിലോട്ട് നല്ല വേദനയായിരുന്നു. പിന്നെ എൻ്റെ കഴുത്തിലൊരു മുഴയുണ്ടായിരുന്നു. ഞാൻ റാലി കൂടി പ്രാർത്ഥിച്ച് നടന്നു, ജപമാല ചൊല്ലി. ആ റാലി കൂടി 2-ാമത്തെ ദിവസം എൻ്റെ കഴുത്തിലെ മുഴയും പോയി, വയറിൻ്റെ വേദനയും പോയി. എനിക്ക് സുഖമായി നടക്കാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഒക്ടോബർ 7 എന്നൊരു ഡേറ്റ് ഞങ്ങളെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ ജോസഫ് അച്ഛൻ ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ, ഞങ്ങൾ വെച്ച നിയോഗത്തിലെ കാര്യങ്ങൾ അച്ഛൻ അതിലൂടെ പറഞ്ഞു. അത് ഞാൻ എൻ്റെ വൈഫിൻ്റെ കൊടുക്കും, വൈഫ് പറയും. ആദ്യം തന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൽത്താരി സാക്ഷ്യം പറയാൻ അനുഗ്രഹം നൽകിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എനിക്കും എൻ്റെ ഹസ്ബൻഡിനും ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നൊരു വൈറസ് ഞങ്ങളുടെ ശരീരത്ത് വന്നത് മൂലം ഞങ്ങളുടെ ജെനിറ്റൽ ഏരിയയിൽ അരിമ്പാറകളും മുഴകളും സിസ്റ്റുകളും എല്ലാം ഉണ്ടാകാൻ തുടങ്ങിയായിരുന്നു. ഞങ്ങൾ കുറേ ഹോസ്പിറ്റൽ വഴി കയറി ഇറങ്ങി നടന്നു. ഒരുപാട് കാശ് ഇതിനു വേണ്ടി ഞങ്ങൾക്ക് ചിലവായി. ഞാനൊരു വെറ്റിനറി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ സർജറി എല്ലാം പിടിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എമർജൻസിയാണ്, ഇതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആണെന്ന് അവരോട് പറയുമ്പോൾ അത് അവർക്കൊരു പ്രയാസവും ആകുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വേഗം കാരിത്താസ് പോയി കഴിയുമ്പോഴത്തേക്കും സ്കിന്നിലുള്ളത് മേലത്തെ കാരിത്താസിലും വജനുള്ളിൽ ഗൈനക്കോളജിയുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഒരുപാട് സിസ്റ്റുകളും മുഴകളും ഉണ്ടായിരുന്നു. അരിമ്പാറകൾ ഓരോ പ്രാവശ്യം ക്വാർട്ടർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കൂടുതലായിട്ട് 7 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ആൻറ്റിബയോട്ടിക് എല്ലാം കഴിച്ചു കഴിഞ്ഞാലും ഈ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതുമൂലം ഡിസ്ചാർജുകളും ഇച്ചിങ്ങും എല്ലാം ഭയങ്കര കൂടുതലായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ കുറേ സാമ്പത്തിക പ്രശ്നത്തിലൊക്കെയായി. ഓരോ ദിവസവും 5000-4000 രൂപയൊക്കെ വെച്ച് ഒരാഴ്ച ഞങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവായിക്കൊണ്ടിരുന്നത്. മരുന്നുകൾ എടുത്തിട്ടൊന്നും ഒരു പ്രയോജനമില്ല. അവസാനം
ഞങ്ങൾ ഡോക്ടർമാരോട് ചോദിച്ചു ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പോകുമോ. അപ്പോൾ അവർ പറഞ്ഞു 2 വർഷത്തിന് ശേഷം ഇത് ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൈറസ് ക്യാൻസറിലേക്ക് ചിലപ്പോൾ സാധ്യത ഉണ്ടാവുമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര സങ്കടത്തിലും ബുദ്ധിമുട്ടിലുമായി. ഹസ്ബൻഡ് ജോലിക്കൊന്നും അങ്ങനെ പോകാതെയായി. വീട്ടിലിരുന്ന് എപ്പോഴും ഇതിനെപ്പറ്റി, കാരണം വേറെ ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ത് രോഗമാണെന്ന് പോലും ആർക്കും അറിയില്ല, ഇതിനെപ്പറ്റി പറഞ്ഞു തരാനൊന്നും ആർക്കും അറിയില്ല, ഞങ്ങൾക്കും അറിയില്ല. അപ്പോൾ വീട്ടിലിരുന്ന് ഗൂഗിളിലെല്ലാം നോക്കി ഈ വൈറസിനെ പറ്റിയുള്ള എല്ലാം കേട്ട് വായിച്ച് ഭയങ്കര ഡിപ്രഷൻ പോലെ ഒരവസ്ഥയിലായി. അത് കഴിഞ്ഞ് ഹസ്ബൻഡ് ഞാൻ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഓരോ പ്രാവശ്യം എന്നെ വിളിച്ച് ചോദിക്കും, എങ്ങനെയുണ്ട്, നിനക്ക് കുറവുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, പ്രയാസങ്ങളുണ്ടോ. അപ്പം ഞാൻ പറയും എന്നിട്ട് ഭയങ്കര സങ്കടത്തിലൊക്കെ ആയിരുന്നു. രാത്രി കിടന്നുറങ്ങാനോ ഒന്നും കഴിയുന്നില്ലായിരുന്നു. അവസാനം ഇപ്പോൾ ഒരു മാതാവിൻ്റെ രൂപം വീട്ടിലുണ്ടായിരുന്നു. മാതാവിൻ്റെ രൂപം പിടിച്ച് രാത്രിയിൽ കിടന്നുറങ്ങേണ്ട അവസ്ഥ വരെയായി. അപ്പോൾ ചേട്ടൻ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താലും. അപ്പോൾ ഉടമ്പടി എടുക്കാൻ ആദ്യം എന്നോട് പറഞ്ഞപ്പോൾ എന്നെക്കൊണ്ടത് പറ്റുമോ എന്നുള്ളൊരു പേടി എനിക്ക് പെട്ടെന്ന് വന്നു. മാതാവിൻ്റെ കാര്യം ആയതുകൊണ്ട് ഞാനതിനകത്ത് എതിർപ്പൊന്നും പറയാൻ പോയില്ല. അപ്പോൾ ആണെങ്കിൽ ഞങ്ങൾ അതിന് മുന്നേ തന്നെ ഹോസ്പിറ്റൽ വഴി വീണ്ടും കയറി ഇറങ്ങിക്കുന്നു. ഇത് കുറയുന്നില്ല, വീണ്ടും കൂടുതലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവസാനം കാരിത്താസ് ചെന്നപ്പം ഞങ്ങളുടെ ഗൈനക്കോളജി ഡോക്ടർ പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു സ്കിന്നിൻ്റെ ഹോസ്പിറ്റലുണ്ട്, ഡോക്ടർ സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ ഏറ്റുമാനൂരുണ്ട്, നിങ്ങൾ അവിടെ ഒന്ന് കാണിച്ചു നോക്ക്, അവിടെയാണെങ്കിൽ ഒരു നല്ല റിവ്യൂ കിട്ടുന്നതാണ്, നിങ്ങൾ അവിടെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ പേടിച്ചിരുന്ന ആ സിറ്റുവേഷനിലാണ് ഡോക്ടർ ഞങ്ങളോട് ഭയങ്കര ഒരാശ്വാസമായിട്ട് ഇതൊന്നും പേടിക്കേണ്ട, കുഴപ്പമില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇപ്പം ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ലീവ് എടുത്ത് പോകുന്നതിൻ്റെ ഒരു പ്രശ്നം വേറെ കിടക്കുന്ന കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ ഞങ്ങളോട് ഇങ്ങോട്ട് പറഞ്ഞു, നിങ്ങളുടെ വീട് എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ വീട് പാലായിലാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിയൻ ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്, ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് ഞാൻ വരുന്നത്, എന്നാൽ നിങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു ആശ്വാസമായി. ഞങ്ങൾക്ക് ലീവൊന്നും കളയാതെ അവിടെ പോകാൻ പറ്റുമല്ലോ, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടർമാരെ അവർക്ക് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം ഇതിനകത്ത് വരുന്നില്ലല്ലോ എന്ന് ഞാൻ കരുതി. ഞങ്ങളവിടെ ചെന്നു, പോഡോവാട്ടൊക്കെ അപ്ലൈ ചെയ്തു. എങ്കിലും ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കുക. ലാസ്റ്റ് ഒരു ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഇതിനകത്തൊരു സിസ്റ്റ് ഉണ്ട്, 2-3 എണ്ണം ഉണ്ട്, എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് നിങ്ങൾ കാരിത്താസിലേക്ക് ചെല്ല്, അവിടെ ചെന്നിട്ട് ഇത് ക്വാർട്ടർ ചെയ്ത് കളയുമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാമെന്നുള്ളൊരു പരിധി ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ പക്ഷേ പോയില്ല. ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പരിചയത്തിലുള്ളൊരു ചേച്ചിയെ വിളിച്ച് എങ്ങനെയാണ് ഉടമ്പടി എടുക്കുക എന്നെല്ലാം ചോദിച്ചു, മനസ്സിലാക്കി. അവർ ഞങ്ങൾക്ക് പ്രത്യക്ഷണ പ്രാർത്ഥനയെല്ലാം, രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനയെല്ലാം വാട്സപ്പിൽ അയച്ചു തന്നു. ഞങ്ങൾ വെളുത്ത് തീര് കത്തിച്ച് വെച്ച് രാവിലെ 5:30 എണീറ്റ് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു ഒരുക്കമായിട്ട് ഞങ്ങൾ 2 ആഴ്ച മുന്നേ തന്നെ മാതാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് ഒരു തടസ്സവും കൂടാതെ ഇവിടെ വന്ന് ഓഗസ്റ്റ് 2-ാം തീയതി 2025 ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇൻഫ്ലുവൻസ പനി പിടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഈ വാട്സ് എല്ലാം കൂടെ വീണ്ടും ഭയങ്കരമായിട്ടും അങ്ങ് കൂടിക്കഴിഞ്ഞ് ഇപ്പം ഡോക്ടർ ഇതിനേക്കാളും മുന്നേ ഒരു വലിയ അരിമ്പാറ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം എന്നോട് കാരിത്താസിലെ ഡോക്ടർ പറഞ്ഞു ഇത് ഞങ്ങൾക്കിവിടെ കരിക്കാൻ പറ്റത്തില്ല, അത്രയും ഇത് വലുതായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ ഈ എൻ്റെ രോഗത്തെ ഓർത്ത് ഞാൻ ഒരിക്കലും ഇത് സങ്കടപ്പെട്ടില്ല, കാരണം എനിക്കിതിൻ്റെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഹസ്ബൻഡ് ഇത്രയും വിഷമത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് ഒരു ആശ്വാസം തന്നത് ദൈവമായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിച്ച് നടന്നു. എനിക്ക് എന്താണെങ്കിലും ഇതിന് ടെൻഷനാവില്ല. പക്ഷേ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇതിന് ഇവിടെ കരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ആകെപ്പാടെ സങ്കടത്തിലായി. ഞാൻ അന്നാണ് ഈ ഒരു രോഗത്തെപ്പറ്റി ഓർത്ത് ആദ്യമായിട്ട് വരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് കരയണത്. ഈ വാട്സ് കരിക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ ചെയ്യുമ്പോഴും അതിൻ്റെ പെയിനും നടക്കാൻ വയ്യായ്കയും ബുദ്ധിമുട്ടുകളും എല്ലാം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പെടുത്ത് പ്രശ്നമുള്ള ഭാഗത്ത് വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഞാൻ കുരിശ് വരയ്ക്കാൻ പോലും എനിക്ക് പറ്റണില്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡും എൻ്റെ കുഞ്ഞും പറഞ്ഞു അമ്മ കരയണ്ട, നാളെ അമ്മയ്ക്ക് ഇതിനുള്ള സന്തോഷിക്കാനുള്ളവരുടെ ദൈവം വരുത്തും, മാതാവ് അതിന് സാധ്യമാക്കി തരുമെന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ അത് വിശ്വസിച്ചു. എങ്കിലും ഞാൻ കുരിശ് വരെ ഒന്നും മുടക്കാനൊന്നും പോയില്ല, ഞാനത് പ്രാർത്ഥിച്ചു. ഞാൻ ഉച്ചവരെ ഞാനവിടെ ആ ഏരിയയിൽ അത് കണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും അതെവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല. ഒരു കോട്ടറി ചെയ്തതിനേക്കാളും നല്ല ഒരു പാട് പോലും ഇല്ലാതെ ആ അരിമ്പാറ മാതാവ് മാറ്റി തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിലൊന്നും പോയില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് ഡോക്ടർമാർ, എന്നോട് ഒരു ലേഡി ഡോക്ടറുണ്ട്, ഡോക്ടറിനോട് ചോദിച്ചു നിങ്ങൾ ഇതുവരെ എല്ലാ ആഴ്ചയിലും പോയിക്കൊണ്ടിരുന്നതല്ലേ,
ഇതുവരെ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും പോയില്ല, ഞങ്ങളുടെ മാതാവ് അത് മാറ്റിത്തരും, എനിക്ക് എന്നോട് ഇടയ്ക്ക് ചോദിക്കും കുറയുന്നുണ്ടോ, അങ്ങനെ കുറയുന്നുണ്ടായിരുന്നു. പിന്നെ ഇൻഫ്ലുവൻസ വന്ന സമയത്ത് വാട്സ് കൂടി, പിന്നെ എനിക്ക് നിൽക്കുമ്പോഴെല്ലാം ഒരു ഭയങ്കര അസ്വസ്ഥ, എവിടെയെങ്കിലും കിടക്കാൻ തോന്നുന്നു, ഡിസ്ചാർജ് ഭയങ്കര കൂടുതൽ. ഞങ്ങൾ ഉടമ്പടി പൂർത്തിയാകുന്നതിന് മുന്നേ ജോസഫ് അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് പറ്റുമെന്ന് തോന്നില്ല. ഞങ്ങൾ വരുന്ന വഴിക്കെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ഞങ്ങൾക്ക് ജോസഫ് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ ഞങ്ങളുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ കാശുരൂപം നൽകുകയും തൈലം തരികയും ഞങ്ങൾ പ്രശ്നമുള്ള ഭാഗത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് ഡിസ്ചാർജ് അങ്ങ് കുറഞ്ഞു. എങ്കിലും വാട്സ് എല്ലാം പിന്നെയാണ് പതിയെ കുറയാൻ തുടങ്ങി. ഒക്ടോബർ 7-ാം തീയതി അച്ഛൻ രാവിലെ ഡെയിലി ബെഡ് പ്രാർത്ഥനയിൽ അരിമ്പാറകളും സിസ്റ്റുകളും മുഴകളും ഞങ്ങൾ ആദ്യം വെച്ച നിയോഗം തന്നെ അതായിരുന്നു. അച്ഛൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ഞങ്ങളുടെ കാര്യമാണെന്ന് വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ന് കഴിഞ്ഞപ്പം എനിക്കത് കുറഞ്ഞു. ഒരു ഫൈനൽ ചെക്കപ്പിനായിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ ഒന്ന് പോയി. 90 ദിവസത്തിനിടയ്ക്ക് 90 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. ഡോക്ടർമാർക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഇത്രയും കൂടുതലായി നിന്നത് ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് പോയെന്നാണ് അവർ ഞങ്ങളോട് വെച്ചത്. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എവിടെയാണോ, ഞങ്ങൾ ഇവിടുത്തെ കാര്യമെല്ലാം പറഞ്ഞു, ഞങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ ഇതെല്ലാം മാറിയതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം എവിടെയാണോ അവിടെ നിങ്ങൾ ഉറച്ച് വിശ്വസിക്കാമെന്നാണ് പറഞ്ഞത്. ഗൈനക്കോളജി ഡോക്ടർ പറഞ്ഞു, ഞാൻ എവിടെ പോയെന്ന് ഞാൻ നോക്കിയിരിക്കുന്നത്, എമർജൻസി ആയിട്ട് വിളിച്ച് നിങ്ങളോട് മറ്റേ ഡോക്ടർ ചെയ്യണമെന്ന് പറഞ്ഞ കാര്യമാണ്, അപ്പം ഞാൻ നിങ്ങൾ എവിടെ പോയെന്ന് കരുതിയെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷെ നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർക്കും ഭയങ്കര, ഒരു മുസ്ലിം ഡോക്ടറാണ്, പക്ഷേ ഡോക്ടർക്ക് പോലും ഭയങ്കര അത്ഭുതമായി പോയി. പിന്നെ അഖണ്ഡ ജപമാല റാലി പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിനൊരു തടസ്സവും കൂടാതെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് വരുന്നതിൻ്റെ തലേദിവസം 2 മാസം പീരിയഡ്സൊക്കെ ആയി ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളും എല്ലാം ആയിരുന്നു. അപ്പം എങ്കിലും ഞാൻ വരുമെന്ന് വെച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മാതാവ് അതിനുള്ള സൗകര്യങ്ങളും ഞങ്ങൾ അർത്തുങ്കൽ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ ചേർത്തലയിൽ നിന്ന് ഇവിടെ ബസ് കയറാം. ഞങ്ങൾക്ക് ആ ബസ് കിട്ടാൻ പോലും അമ്മ ക്രമീകരണം ഒരുക്കി തന്നു. എനിക്ക് ഹസ്ബൻഡിന് നടക്കാനൊന്നും വയ്യായിരുന്നു. ആ സമയത്ത് കഴുത്തിലൊരു തടിപ്പും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളാണെങ്കിൽ ഒരു 10 മിനിറ്റ് 2 സ്ഥലങ്ങളിൽ ഇരുന്നു. അത്രയും മാത്രമേ ഞങ്ങൾക്കൊരു ഇതുണ്ടായുള്ളൂ. ഞങ്ങൾക്ക് വേറെ ക്ഷീണമോ കാര്യങ്ങളോ വിശപ്പോ ഒന്നും ഉണ്ടായില്ല. ആ ഉടമ്പടി അഖണ്ഡ ജപമാല റാലി പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് മാതാവ് അനുഗ്രഹം തന്നു. ഞങ്ങൾ കറക്റ്റ് അർത്തുങ്കൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പള്ളി നിറഞ്ഞ ആൾക്കാരാണ്, ഞങ്ങൾക്ക് കയറാൻ പറ്റുമോ എന്ന് പോലൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക്. പക്ഷേ ഞങ്ങൾ കയറാൻ പോകുന്നതിന് ഉള്ളിൽ തന്നെ ആൾക്കാർ ഒരു 4-5 പേര് ഇറങ്ങി വഴി മാറി ഞങ്ങൾക്ക് അവിടെ കയറി ആരാധനയിൽ പങ്കെടുക്കാനുള്ളൊരു അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. മമ്മിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഛർദി ഉണ്ടായിരുന്നു. ഉടമ്പടി തേനും ഉപ്പും എല്ലാം കൊടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മമ്മിക്ക് പള്ളിയിലൊന്നും പോകാൻ പറ്റില്ലായിരുന്നു. പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മമ്മിയുടെ ഛർദിയെല്ലാം മാറി പള്ളിയിലെല്ലാം പോകാനുള്ള അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് നൽകി. പിന്നെ എൻ്റെ കുഞ്ഞിന് ഇവളെ മത്സരവും എക്സാം എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നതുകൊണ്ട് ഇവൾക്ക് പഠിക്കാനുള്ളൊരു സമയം ഭയങ്കര കുറവായിരുന്നു. എങ്കിലും ഇവളാണെങ്കിൽ ഞങ്ങൾ കാണാതെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ പച്ചത്തിരിന്ന് നീലത്തിരിന്ന് ഒരു ചെറിയ പീസ് ഇവളുടെ ഉടുപ്പിനുള്ളിൽ ഇവൾ വെച്ചിട്ട് പോയി. ഇവളാണെങ്കിൽ ഇവളെ പറഞ്ഞ് ഇവൾക്ക് ചെല്ലുന്ന സമയത്ത് ഇവൾക്ക് ഒന്നും അറിയില്ലായിരുന്നു, എന്താ അവിടെ എഴുതേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് ആരോ പറഞ്ഞു തരണ പോലെ ഇവൾ എഴുതി. അങ്ങനെ അവൾക്ക് പാലാ മുനിസിപ്പാലിറ്റിയിൽ അവൾക്ക് പങ്കെടുത്ത് ഇതിന് സമ്മാനം കിട്ടി, ഫസ്റ്റ് തന്നെ കിട്ടി, ക്ലാസ്സിൽ ഫസ്റ്റ് കിട്ടി. ചേട്ടായിക്ക് കുറേ അടയാളങ്ങൾ കിട്ടുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് കുംസാരിക്കുമ്പോൾ പാപത്തിൻ്റെ എണ്ണം കുറഞ്ഞു വരാൻ തുടങ്ങി. നേരത്തെ ഞാൻ കുംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അവിടെ ഇരുന്ന് ഈശോ കരയുമായിരുന്നു എന്നാണ് തോന്നുന്നത്. ഉടമ്പടി ജീവിതം നയിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഒരു 10 പാവം ചെയ്തുകൊണ്ടിരുന്ന എനിക്കിപ്പം ഒരു 2 പാവമൊക്കെ മാക്സിമം ഉള്ളൂ. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ എനിക്ക് കുംസാരിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു അസ്വസ്ഥയാണ്. അതുമല്ല, ഒരു നുണ പറഞ്ഞാൽ പോലും എനിക്ക് പിറ്റേ ദിവസം പോയി കുംസാരിക്കാൻ ചെന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. കുർബാന സ്വീകരിക്കാൻ എനിക്ക് പറ്റിയല്ല. ഞാനങ്ങനെ 2 ദിവസം കൂടുമ്പോഴൊക്കെ പോയി കുംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അച്ഛൻ എന്നെ ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ മരീൻ ഉടമ്പടിയിലാണ്, എനിക്ക് കുഞ്ഞു പാവം പോലും എൻ്റെ മനസ്സിലിട്ട് എനിക്ക് കുർബാന പങ്കുകൊള്ളാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ നിരവധി അടയാളങ്ങൾ കിട്ടി. ഞാൻ ഉടമ്പടി എടുത്ത് പോയി 3ാമത്തെ ദിവസം ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് ഒരു ഓട്ടം പോയി. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ ഉടമ്പടി ധ്യാനം കൂടുകയാണ്. ആ ധ്യാനം കൂടിയപ്പോൾ എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ നോക്കിയപ്പോൾ എന്തോ കുമ്മള പോലെ എന്തോ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചുറ്റുവട്ടം എല്ലാം കുമ്മള. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ഞാൻ അദൃശ്യമായിട്ട് കാണുന്നതാണല്ലോ. അങ്ങനെ അത് കാണാൻ തുടങ്ങി. അത് ഇപ്പോൾ സ്ഥിരമായി എൻ്റെ കൂടെ ഉണ്ട്. പിന്നെ പള്ളിയിൽ നിന്ന് കുർബാന കൂടുമ്പോൾ കണ്ണടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പച്ച നക്ഷത്രങ്ങളും വെള്ള നക്ഷത്രങ്ങളും കാണാൻ സാധിക്കുന്നു. പിന്നെ ഞങ്ങളുടെ ഉടമ്പടി വസ്തുക്കളും ഉടമ്പടി കാശ് രൂപം എല്ലാം വെച്ചേക്കുന്ന മാതാവിൻ്റെ രൂപം എല്ലാം വെച്ചേക്കുന്ന മുറിയിൽ
ഒരു ദിവസം ഞാൻ എൻ്റെ ഷർട്ട് എടുത്തപ്പോൾ ഷർട്ടിൽ നിന്ന് ഒരു മുത്ത് താഴോട്ട് പോകുന്നുണ്ട്. അപ്പം മമ്മി എൻ്റെ തലേദിവസം പറഞ്ഞു, കുഞ്ഞിൻ്റെ ഒരു മാല പൊട്ടിപ്പോയിട്ടുണ്ട്, വെള്ള മുത്തുകളാണ്, അത് അവൾ അവിടെയെല്ലാം നിരത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ മുത്തിൽ പിടിക്കാൻ ചെന്നപ്പോഴത്തേനും ആ മുത്ത് പൂത്തിരി കത്തുന്ന പോലെ മൊത്തം പൊട്ടിത്തെറിച്ച് ഞങ്ങളുടെ രൂപങ്ങത്തിൻ്റെ മുന്നിൽ നിന്നു. അപ്പോൾ ഞാനവിടെ നിന്ന് ഉറക്കെ കരഞ്ഞു, പാവിയ എൻ്റെ അടുത്ത് എൻ്റെ അമ്മമാതാവ് വന്നല്ലോ എന്ന്. പിന്നെ എനിക്ക് വെള്ള നക്ഷത്രങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി കാശരൂപം എൻ്റെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടപ്പോൾ മമ്മി എന്നോട് ചോദിച്ചു, നീ എന്താണ് ആകാശത്തേക്ക് നോക്കിക്കുന്നത്? അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, 3 മണി സമയമാണ്. അപ്പോൾ മമ്മിയോട് ഞാൻ പറഞ്ഞു, ഞാൻ നക്ഷത്രം കണ്ടുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എന്നോടെ കാണിക്കാമോ? ഞാൻ പറഞ്ഞു, മമ്മി മനസ്താപരണം ചെല്ലിയിട്ട് വിശ്വാസപ്രമാണം ചെല്ല്. എന്നിട്ട് മമ്മി ഉടമ്പടിക്കാശിലും എൻ്റെ കൈ പിടിച്ചു. മമ്മി എൻ്റെ കൈ പിടിച്ചു. മമ്മിക്ക് അത് കാണാൻ സാധിച്ചു. പിന്നെ എൻ്റെ കുഞ്ഞിന് കാണാൻ സാധിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, എനിക്കിത് കാണാൻ സാധിക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, നീ വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുക. അങ്ങനെ എന്നിലൂടെ എൻ്റെ പെങ്ങളുടെ ഹസ്ബൻഡ്, അവിടെ അനിയത്തി, വൈഫിൻ്റെ അനിയത്തി, ഇവക്കെല്ലാം കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട്. ഞങ്ങളുടെ തിരിയിൽ ഞങ്ങൾ വെച്ച രോഗാവസ്ഥയുടെ ആ അടയാളം മാതാവ് കാണിച്ചു തന്നു. അത് മെഴുകി കാണിച്ചു തന്നു. അത് ഞാനവിടെ സിസ്റ്ററിനെ കാണിച്ചു. പിന്നെ ഹാർട്ടായിട്ട് ഒരുപാട് അടയാളം കാണിക്കുന്നുണ്ട്. പിന്നെ ജപമാല റാലി ഞങ്ങൾ ഇവിടുന്ന് പങ്കെടുത്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു 7-8 സ്ഥലത്ത് ഞങ്ങൾക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടി. പിന്നെ ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് കാറിൽ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പം ആദ്യം എൻ്റെ ചെവിയിൽ പരിശുദ്ധ മറിയമ്മേ ചെല്ലുന്ന സൗണ്ട് കേട്ടു. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലി ശ്രദ്ധിക്കുക, നിങ്ങൾക്കും കേൾക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കാറിൽ 4 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും അത് കേൾക്കാൻ സാധിച്ചു. ഇത് ഞങ്ങളുടെ തൊട്ട് അടുത്തുള്ള ചേച്ചിയാണ്. ചേച്ചിക്ക് കിട്ടിയ അനുഗ്രഹത്തെക്കുറിച്ച് ഇപ്പം പറയും. എൻ്റെ പേര് അനുമോൾ ജോസഫ്. ഞാൻ ഇസ്രയേലിന് പോകാനായിട്ട് പേപ്പർ വർക്കെല്ലാം നീക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ആദ്യത്തെ ഇൻ്റർവ്യൂവും ക്ലാസ്സും കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് അതിൻ്റെ ക്ലാസ് എല്ലാം കൂടിക്കൊണ്ടിരിക്കുമ്പം മത്താശ വരുന്ന സമയം ആകാറായി. അപ്പം എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും വന്നു. എനിക്ക് എൻ്റെ മത്താശ വരാനായിട്ട് എംപ്ലോയർ സെലക്ട് ചെയ്തപ്പോൾ എനിക്ക് മുഖത്ത് പിമ്പിളിൻ്റെ പാടുണ്ടെന്ന് പറഞ്ഞ് അത് റിജക്റ്റ് ചെയ്തു. അത് വേറൊരു കൊച്ചിന് മത്താശ കൊടുത്തു. അതോടൊപ്പം തന്നെ അപ്പം എൻ്റെ വീട്ടുകാരോട് ഞാനത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, സാരമില്ല, അത് നിനക്കുള്ളതല്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനത് അങ്ങനെ അപ്പം മാതാവിന് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ വേറൊരു എംപ്ലോയർ എന്നെ സെലക്ട് ചെയ്തു. എനിക്ക് മത്താശ വന്നു. അത് മത്താശ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ അഖണ്ഡ ജപമാലയെക്കുറിച്ച് ഞാൻ അറിയുകയും എൻ്റെ കൂട്ടുകാരി ചേച്ചിമാരെല്ലാം പറഞ്ഞു, നീ അതിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എനിക്കതിന് ഒരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോഴാണ് ഈ ഓഗസ്റ്റ് മാസത്തെ കൊന്തയിൽ വീടുകളിൽ കൊന്ത വയ്ക്കുമ്പോൾ ഒരു ഭവനത്തിൽ വെച്ച് ഇവർ വരികയും ഈ ജിസ്മോൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് പോകുന്നുണ്ട്, അനുചേച്ചിയും വരുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. അപ്പോൾ തന്നെയാണ് ആ ഒരു നിമിഷത്തിലാണ് മത്താശ വന്നതും ഞാനത് അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് മത്താശ എന്ന പേപ്പർ വരികയും ചെയ്തു. അഖണ്ഡ ജപമാല പങ്കെടുത്ത് പൂർത്തിയായി വീട്ടിൽ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിസയും വന്നു. അപ്പോൾ ഞാൻ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മാതാവ് എന്നെ പ്രത്യേക രീതിയിൽ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എല്ലാ മാസവും ഇവിടുന്ന് കൃപാസന പത്രം മേടിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ എല്ലാ ആഴ്ചകളിലും തന്നെ എനിക്കും വീട്ടിൽ നിന്ന് മാതാവ് ഇങ്ങോട്ട് വിളിക്കുന്ന പോലെ എനിക്ക് തോന്നും. ഞാനിപ്പോൾ അവിടുന്ന് ഒരു സ്കൂട്ടർ എടുത്ത് ഇങ്ങോട്ട് തന്നെ വരും. ഇവിടെ വന്ന് ഈ ആൾക്കാരുടെ മുന്നിൽ നിന്ന് കുറേ നേരം പ്രാർത്ഥിക്കും. ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം എല്ലാം കിട്ടും. മാതാവ് എൻ്റെ കൂടെ വരുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഞാനൊരു ബസ് ഡ്രൈവറാണ്. ഞാൻ അത്യാവശ്യം പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന ആളാണ്, അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം. അത്യാവശ്യം സമയത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അലമുണ്ടാക്കിയ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിലാണ് ഞാൻ ആദ്യം കൊണ്ടുപോയി പത്രം കൊടുക്കുന്നത്. അവിടെ നിന്നവർ എന്നോട് ചോദിച്ചു, 2 മാസം 3 മാസം മുന്നേ അല്ലേ നീ ഇതിൽ അലമുണ്ടാക്കി നടന്നത്? ആ അലമുണ്ടാക്കിയ ആൾക്കാണ് ഞാൻ ആദ്യം കൊണ്ട് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ ഈ പത്രം കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ആരോടും ഒരു ദേഷ്യമില്ല, ഒരു പിണക്കുമില്ല, സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. പിന്നെ കാരുണ്യപ്രവർത്തനങ്ങളായിട്ട് ഞങ്ങളുടെ അടുത്തൊരു അനാഥാലയമുണ്ട്. അവിടെ കൊണ്ട് അവർക്ക് ഫുഡിനുള്ള കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്.
പിന്നെ മറ്റുള്ളവരിലോട് മാതാവിനെക്കുറിച്ച് കൂടുതൽ വിശ്വാസം പ്രഘോഷിക്കാൻ എനിക്ക് താല്പര്യമാണ്. എപ്പോഴും മാതാവിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാനാണ് എനിക്ക് താല്പര്യം. മാതാവിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത പോലെയാണ്. കാരണം ഞങ്ങൾ ഇന്നിവിടെ ഈ ജീവനോടെ ഇവിടെ നിൽക്കാൻ കാരണം തന്നെ മാതാവാണ്. കാരണം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ രോഗാവസ്ഥ കാരണം ഞങ്ങളുടെ ജീവിതം തന്നെ കൈവിട്ട് പോയൊരവസ്ഥയായിരുന്നു. ഞാൻ ഫുള്ള് ഡിപ്രഷനിലായിരുന്നു. പക്ഷേ എന്നാണേലും എൻ്റെ മാതാവ് എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ച് എന്നെ ചേർത്ത് പിടിച്ച് ഇത്ര ഭാവിയായി എനിക്ക് ഇത്ര അടയാളങ്ങൾ അമ്മ മാതാവ് തന്നു. എൻ്റെ മാതാവിന് ഈശോയ്ക്കും 1 കോടി നന്ദി പറയുന്നു.